ഈ വർഷത്തെ ആദ്യത്തെ റംബൂട്ടാൻ വിളവെടുത്തിരിക്കുകയാണ്. അല്പം കൂടെ പഴുക്കാനുണ്ട്. ഇത് നല്ല റെഡിഷ് കളറാവും. നല്ലൊരു ഇനമാണ്. നല്ല ജ്യൂസിയാണ്, മധുരമാണ്. ഇത് ആദ്യത്തെ തവണ ഫ്ലവർ ചെയ്തതിന് ശേഷം ഉണ്ടായ ഫ്രൂട്ടുകളാണ്. വീണ്ടും നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. എനിക്കൊരു വർഷം ഇതിൽ നിന്ന് 100 കിലോളം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഹാർഡ് പോണിങ് നടത്തിയതുകൊണ്ട് ഒരു 35 കിലോ കിട്ടിയുള്ളൂ. ഈ പ്രാവശ്യവും നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോളിഹാലൈറ്റ് വളമൊക്കെ ഇതിന് കൊടുത്തിരുന്നു. ഫ്ലവറിങ് ഒക്കെ മുകളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ മധുരവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. നല്ല റെഡിഷ് കളറാവും. ഈ ഭാഗം ഇത് ഇങ്ങനെ ഒരു നല്ല ചുവപ്പ് കളറിലേക്ക് വരും. നല്ല സൈസുള്ള നല്ല ടേസ്റ്റുള്ള ഇനമാണ്. നല്ല ജ്യൂസിയാണ്. നല്ല റെഡിഷ് കളറാവും. ഈ ഭാഗമൊക്കെ നല്ല റെഡ് കളറാവും. നല്ല ഫ്രഷ് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ജ്യൂസിയാണ്. സീഡ് വലിപ്പക്കുറവാണ്. ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ റംബൂട്ടാൻ പഴം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. നമുക്കൊന്ന് നോക്കാം. നല്ല മധുരം, അടിപൊളി ടേസ്റ്റ്. കണ്ടോ, നല്ല ജ്യൂസിയാണ്. ചാറിങ്ങനെ പോരും. നല്ല മാംസമുണ്ട്. നല്ല പഞ്ചസാര മധുരമാണ്. അതോടൊപ്പം നല്ല ജ്യൂസിയുമാണ്. ഇതാണ് സീഡ്. കണ്ടോ, സീഡ് വലിപ്പക്കുറവാണ്. നല്ലൊരു ഇനമാണ്. നല്ല പഞ്ചസാര മധുരമാണ്. നല്ല ജ്യൂസിയാണ്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു റംബൂട്ടാനാണിത്. ജപ്പാൻ പേരയിൽ ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. മുട്ടിട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതിൽ മുട്ട ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ടിതിൽ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഈ പേര ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ സാധാരണ നമുക്കറിയാം പേരകളിൽ വെള്ളീച്ചകളുടെ ശല്യം വളരെ രൂക്ഷമാണ്. എന്നാൽ എൻ്റെ ഈ പേരയിൽ വെള്ളീച്ചയുടെ ശല്യം ഒട്ടും തന്നെ കാണാനില്ല. കാരണം അതിന് ഞാൻ പ്രത്യേകമായിട്ടൊരു വളങ്ങൾ ഇതിന് കൊടുത്തിരുന്നു. അതായത് വെള്ളീച്ച ഇതിൽ കടന്നു വരാതെ വണ്ണം തടയുന്ന ചില വളങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പേരയാണ് ജപ്പാൻ പേര. നമ്മുടെ പേരകളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. വെള്ളീച്ച വന്നു കയറിയാൽ നമ്മളതിനെ ഒഴിവാക്കിയില്ലെങ്കിൽ പ്ലാന്റുകൾ നശിച്ചു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ വെള്ളീച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധം തീർത്തത് ഞാനിവിടെ ഒരു വളം കൊടുത്തിരുന്നു. പോളിഹാലൈറ്റ് എന്നുള്ളൊരു വളമാണ് നമ്മൾ കൊടുത്തത്. ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം. സൾഫറുണ്ട്, പൊട്ടാഷ്യം, മഗ്നീഷ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മഗ്നീഷ്യവും കാൽസ്യവും കീടങ്ങളുടെ ദഹന പ്രക്രിയയെ ബാധിക്കുന്ന ഒരു ഫെർട്ടിലൈസേഴ്സാണ്. അപ്പോൾ മഗ്നീഷ്യവും കാൽസ്യം കൃത്യമായിട്ട് പ്ലാന്റുകൾക്ക് കൊടുത്താൽ പൊതുവെ കീടങ്ങളുടെ ആക്രമണം കുറയുമെന്ന് ഇപ്പോൾ നമുക്ക് തെളിവായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല, എൻ്റെ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്കറിയാം ചില ജീവികൾ വന്ന്, ചാഴി പോലത്തെ ജീവികൾ വന്നിട്ട് അതിൻ്റെ കൂമ്പുകൾ നീരുറ്റി കുടിക്കുക. അതുമൂലം ഫ്ലവറിങ് തടസ്സപ്പെടുത്തുക, ഫ്രൂട്ട് പിടിക്കാതെ വരിക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കിവിടെ നേരിട്ടിരുന്നു. പിന്നെ പുഴുക്കളുടെ, ഇലകൾ തിന്നുന്ന പുഴുക്കളുടെ ആക്രമണം. ഇപ്പോൾ ഈ പോളിഹാലൈറ്റ്, മഗ്നീഷ്യവും കാൽസ്യവും അടങ്ങിയ ഈ വളം കൊടുത്തതിന് ശേഷം നമുക്കതിലൊത്തിരി കുറവ് വന്നിട്ടുണ്ട്. ഒരു വെള്ളീച്ചോളം എൻ്റെ ഈ പ്ലാന്റിൽ, ഈ ജപ്പാൻ പേരയിൽ കാണാനില്ല. മറ്റ് പേരയുടെ പ്ലാന്റുകളുണ്ട്, അതിലൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിലൊന്നും വെള്ളീച്ച ഒന്നും കാണാനില്ല. ഈ പോളിഹാലൈറ്റിൽ മഗ്നീഷ്യവും കാൽസ്യവും അതോടൊപ്പം പൊട്ടാഷ്യം ഉണ്ട്, സൾഫറുണ്ട്,
പോളിഹാലൈറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ റംബൂട്ടാൻ 3 വർഷമായി സീസർ റംബൂട്ടാൻ ആദ്യമായിട്ട് ഈ വർഷം ഫ്ലവർ ചെയ്തിരിക്കുകയാണ്. N18 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പോളിഹാലൈറ്റ് കൊടുത്തതിന് ശേഷം അത്തിയിൽ കായ പിടിച്ചിട്ടുണ്ട്. ആപ്പിൾ പ്ലാന്റിൽ ഒരു ആപ്പിൾ പിടിച്ചിട്ടുണ്ട്. ബ്ലൂബെറി ഒക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ വളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ പുലാസൻ ഇപ്രാവശ്യം നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി എഡോലോങ്ങനൊക്കെ ഫ്ലവർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ വളം, ഈ മഗ്നീഷ്യവും കാൽസ്യവും നമുക്കറിയാം, സാധാരണ നമ്മൾ NPKയും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസുമാണ് പ്ലാന്റുകൾക്ക് കൊടുക്കാറുള്ളത്. എന്നാൽ അതിൽ നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഉപമൂലകങ്ങൾ, മഗ്നീഷ്യവും കാൽസ്യവും സൾഫറും. അപ്പോൾ തീർച്ചയായിട്ടും മഗ്നീഷ്യവും കാൽസ്യവും പ്ലാന്റുകൾക്ക് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് കീടങ്ങൾക്കെതിരായിട്ടുള്ളൊരു പ്രതിരോധ കോട്ട കെട്ടുവാനായിട്ട് മഗ്നീഷ്യവും കാൽസ്യവും ഉണ്ടെങ്കിൽ കഴിയുമെന്ന് നമുക്കിപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് എപ്സം സോൾട്ടാണ്. അത് വളരെ വിലക്കുറവാണ് എപ്സം സോൾട്ട്. നമുക്കറിയാം തെങ്ങിനൊക്കെ ഇത് ഇട്ട് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. തെങ്ങിനൊക്കെ ഇട്ട് കൊടുത്താൽ കൊമ്പൻ ജെല്ലിയുടെ ഒക്കെ ആക്രമണം ഒരു പരിധിവരെ തെങ്ങിന് പ്രതിരോധം കുറയുമ്പോഴാണ്, നമുക്കറിയാം പ്ലാന്റുകൾക്ക് പ്രതിരോധം കുറയുമ്പോഴാണ് രോഗങ്ങൾ പ്രധാനമായിട്ടും കടന്നു പിടിക്കുന്നത്, അല്ലെങ്കിൽ കീടങ്ങളെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് നമുക്ക് മഗ്നീഷ്യം തെങ്ങുകൾക്ക് ഇട്ട് കൊടുക്കാം, ചുവട്ടിൽ കൊടുക്കാം. അതുപോലെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് എപ്സം സോൾട്ട് എന്ന് പറയും. 2-3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇത് കാൽസ്യമാണ്. കാൽസ്യം നമ്മൾ മഗ്നീഷ്യം കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്ക് കാൽസ്യം സ്പ്രേ ചെയ്യാം. ഇത് ലിക്വിഡായിട്ടുള്ള കാൽസ്യമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ പ്ലാന്റുകൾക്ക് കീടങ്ങളുടെ ആക്രമണത്തെ തടയാനായിട്ട് കാൽസ്യവും മഗ്നീഷ്യവും നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റിൽ കാണുന്നത്. എന്തായാലും ഇത് നമ്മുടെ പോളിഹാലൈറ്റ് വളം കൊടുത്തതിന് ശേഷം ഇപ്പോൾ നന്നായിട്ട് ഇതിൽ മുട്ടുകൾ ധാരാളം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പേരയെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കൊഴിച്ചിൽ. പ്രത്യേകിച്ച് പൊതുവിലൊരു അഭിപ്രായമുണ്ട്, നമ്മുടെ ജപ്പാൻ പേരയ്ക്ക് പൊതുവെ കാപിടുത്തം കുറവാണ്. ശരിയാണ്, ഏകദേശം ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കാപിടുത്തത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന് pH-ൻ്റെ ലെവലാണ്. പേരയ്ക്ക് വേണ്ട pH എന്ന് പറയുന്നത് 5.5 to 7.5 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ pH ഒന്ന് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് നമ്മൾ പച്ചക്കക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫംഗസാണ്. ഫംഗസ് മൂലം പൂക്കൾ അല്ലെങ്കിൽ മുട്ടുകൾ കൊഴിയാം. അതുപോലെ പേരയ്ക്ക് കറുത്ത പുള്ളികളുണ്ടായിട്ട് പേരയ്ക്ക നശിച്ചോ അല്ലെങ്കിൽ പേരയ്ക്ക വേണ്ട രീതിയിൽ വളരാതെ കേടായി പോകുന്ന അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഫംഗസ് ബാധയാണ്. കൂടാതെ മറ്റൊന്നാണ്, ഒരു ചാഴി പോലത്തെ ഒരു ജീവി വന്നിട്ട് നീര് ഊറ്റി കുടിച്ചിട്ട് പേരയുടെ ഉള്ള കറുത്ത് പേര ചുങ്ങിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ചാഴിയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് എപ്പോഴും മഗ്നീഷ്യം കാൽസ്യം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഫംഗസിനെ തടയാനായിട്ട്, ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലാന്റിൽ വെള്ളീച്ച വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പേരയ്ക്ക് ഉണ്ടായ പ്ലാന്റുകളൊക്കെ നമ്മൾ പൊതുവെ ഈ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല വെള്ളീച്ച തടയാനുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഫംഗസിനെ ബാധ വലിയൊരു പ്രശ്നമാണ് പേരയ്ക്ക്. എൻ്റെ ഒരു L49 പേര ഫംഗസ് ബാധിച്ച് ഉണങ്ങിപ്പോയി. അത് തടികളിലുണ്ടായ ഫംഗസാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് സ്ട്രോബെറി യെല്ലോ പേരയുണ്ട്. അത് കഴിഞ്ഞ ദിവസം അതിൽ അത്യാവശ്യം കാ പിടിച്ചതാണ്. എന്നാൽ അതിൻ്റെ കൊമ്പുകൾ ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണങ്ങിപ്പോയി. അതിന് ഫംഗസ് ബാധയാണ്. അപ്പോൾ അതിനെയും പ്രതിരോധിക്കുവാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്കൊന്ന് പോകാം. പേരയ്ക്ക് ഫംഗസ് ബാധയെ തടയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ജിയോ ലൈഫിൻ്റെ റിക്കവർ ന്യൂട്രി. ഇത് തീർച്ചും ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ജിയോ ലൈഫ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ഗ്രാമാണ്. 1/2 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു നുള്ളാണ് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളെന്നുള്ള രീതി നമുക്കറിയാം. നമ്മുടെ വിരൽ കൊണ്ട് ഒന്ന് നുള്ളിയെടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുക.
1 ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു നുള്ളാണ് ഞാൻ 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിരിക്കുന്നത്. ജിയോ ലൈഫിൻ്റെ റിക്കവർ ന്യൂട്രി എന്ന് പറഞ്ഞ ഫംഗിസൈഡാണ് ഇത്. ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ജൈവിക പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കത് 1 ലിറ്റർ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളീച്ച ഓടിക്കുവാനായിട്ട് ആക്ക മിലിമെൽറ്റ് എന്നുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബാംഗ്ലൂർ പുറത്തിറക്കിയ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് മിലിബെക്കിനൊക്കെ ഉപയോഗിക്കാം. മിലിബെക്ക് നമുക്കറിയാം വെള്ള നിറത്തിലുള്ളൊരു ജീവി വന്ന് ഇലകളുടെ അടിയിൽ നീര് ഉറ്റി കുടിക്കുകയും പ്ലാന്റ് തന്നെ ഉണക്കി കളയാൻ അതിന് കഴിയും. അപ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് കോട്ടിങ്ങിനെ ബ്രേക്ക് ചെയ്യുവാനായിട്ട് ഈ പ്രോഡക്റ്റ് ഏറ്റവും നല്ലതാണ്. ബെക്കിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു 70 മില്ലി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ വെള്ളിച്ചയ്ക്ക് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒരു 30, അതിൻ്റെ പകുതി മതി. 30-35 മില്ലി നമുക്ക് എടുത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 35ഓളം മില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ഇത് സ്പെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരിച്ചൊഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്പ്രെയറിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ച് നമ്മൾ ഒഴിക്കുന്നത്. കൂടാതെ നമുക്കറിയാം പേരയുടെ തടികളിൽ ഫംഗസ് വരാറുണ്ട്. എൻ്റെ സ്ട്രോബെറി ഈ യെല്ലോ പേരയ്ക്ക് അങ്ങനെ ഫംഗസ് വന്ന് ഫ്രൂട്ട് ഉണ്ടായ കമ്പ് പോയിട്ടുണ്ട്. അതുപോലെ പേര എൻ്റെ ഒരു L49 പേര തടിക്ക് ഫംഗസ് ബാധിച്ച്. തടിക്ക് ഫംഗസ് സാധാരണ ദുരയാന് ബാധിക്കാറുണ്ട്. അത്തികൾക്ക് ആപ്പിൾ പ്ലാന്റുകൾക്കൊക്കെ ഇത് ബാധിക്കാറുണ്ട്. നമുക്കറിയാം നമ്മുടെ കുരുമുളകിനൊക്കെ ദ്രുതവാട്ടം എന്ന് പറഞ്ഞ ഒരു അതിൻ്റെ തണ്ടുകളെ ബാധിക്കുന്ന ഫംഗസ്, അതുപോലെ തെങ്ങിനൊക്കെ ഫംഗസ് ബാധിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അക്കോമിൻ 40 എന്നുള്ളൊരു പ്രോഡക്റ്റാണ്. അക്കോമിൻ 40 നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് നമുക്ക് മൺസൂൺ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്ലാന്റുകളിൽ അടിക്കാം. മഴക്കാലത്ത് പോലും മാസത്തിലൊരു 2 തവണ ഒരു 15 ദിവസം ഇടപെട്ടിട്ട് നമുക്ക് ഇത് ഒരു 3 മില്ലിയോ 4 മില്ലിയോ അതിൽ അളവൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്ലാന്റിനുള്ള അളവുകൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മുടെ പേരകൾക്കും ഫംഗസ് ബാധിക്കാൻ സാധ്യതയുള്ള പ്ലാന്റുകൾക്കൊക്കെ മൺസൂൺ മുമ്പായിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം മഴയുള്ളപ്പോഴും ഒരു മാസത്തിൽ 2 തവണ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാവുകൾക്കൊക്കെ തടിയൽ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫംഗസ് ബാധ. അപ്പോൾ ആ ഫംഗസിനെ തടയാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് പേരയ്ക്ക് ബാധിക്കുന്ന ഫംഗസ് തടയാൻ വേണ്ടിയിട്ടാണ്. ഇത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ജൈവിക പ്രോഡക്റ്റാണ്. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ കൂട്ടത്തിൽ വെള്ളീച്ചയെ തടയാനുള്ള ആക്ക മിലിമെൽറ്റ് എന്നുള്ള ആ ഒരു പ്രോഡക്റ്റിനോട് ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. നമുക്കിത് പേരയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പേരയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളുടെ അടിയിലാണ് വെള്ളീച്ച ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറവാണ്, വെള്ളീച്ച അധികം തന്നെ കാണാനില്ല. 1-2 പോയത് ചെറുതായിട്ട് ഇത് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആക്ക മിലിമെൽറ്റ് എന്നുള്ള പ്രോഡക്റ്റ്. ഇത് വെള്ളീച്ച മാത്രമല്ല, വെളുത്ത നിറത്തിലുള്ള നീരൂറ്റി കുടിക്കുന്ന മിലിബഗ് തുടങ്ങിയ ഒക്കെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അടിച്ചു കൊടുക്കാൻ കൂട്ടത്തിൽ പേരക്കയിൽ ബാധിക്കുന്ന, അതായത് ഫ്രൂട്ടിൽ ബാധിക്കുന്ന ഫംഗസിനെ തടയാനുള്ള ജിയോ ലൈഫിൻ്റെ ഒരു പ്രോഡക്റ്റൂടെ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലകളുടെ അടിയിലാണ് ഈ വെള്ളീച്ച കൂടുകൂട്ടിയിരിക്കുന്നത്. നമ്മൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും കൊടുത്താൽ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് പേരകൾക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് ഒക്കെ കൊടുത്തെങ്കിലാണ്. ഇപ്പോൾ ജപ്പാൻ പേരയ്ക്കൊക്കെ നമുക്കറിയാം കൊഴിച്ചൽ കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ pH ക്രമീകരിക്കുക. അതോടൊപ്പം മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ചോട്ടിലിട്ട് കൊടുത്താലും മതി. അപ്പോൾ മികച്ച രീതിയിൽ കാവിടത്തം ഉണ്ടാകുകയും വെള്ളീച്ച അതുപോലെ ഫംഗസ് മിലിമെൽറ്റ് ഇതിൽ നിന്നൊക്കെ നമ്മുടെ പ്ലാന്റുകളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിയും. പേരക്കയിൽ പുഴുവുണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കായ്ച്ചയാണ്. അപ്പോൾ അതിനെ നമ്മൾ കായ്ച്ചക്കണി ഉപയോഗിച്ച് പ്രതിരോധിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രയോജനപ്രദമാണ്. എനിക്ക് ഈ പ്രാവശ്യം ഒരു പേരയ്ക്ക പോലും പുഴു ബാധിച്ച് നഷ്ടപ്പെട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ധാരാളം പേരയ്ക്കകൾ പുഴു ബാധിച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നു. കായ്ച്ചക്കണി നമുക്ക് ഇപ്രകാരം തയ്യാറാക്കി ഇട്ട് കഴിഞ്ഞാൽ കായ്ച്ചകളെല്ലാം അതിൽ വന്ന് വീഴും. ഇതിപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്ത് കളഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കായ്ച്ചകൾ വീണ്ടും വന്ന് വീണിട്ടുണ്ട്. നമുക്കിങ്ങനെ കവറിട്ട് സൂക്ഷിക്കാം. ഇതുപോലെ കവറുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പുഴുക്കളുടെ ഒക്കെ ആക്രമണം നമുക്ക് തടയാനായിട്ട് കഴിയും.
ഇത് ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് വളരെ വില കുറച്ച് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, വളരെ പ്രയോജനപ്രദമാണ്. ബെറാപ്പിളിനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ബെറാപ്പിളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഈ കായ്ച്ച കാരണം ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ബെറാപ്പിളാണ് കേട്ടോ. അത് നല്ല അത്തിയിലൊക്കെ നമ്മൾ ഇപ്രകാരം കവർ ഇട്ടിട്ടുണ്ട്. ഇത് ആപ്പിളിൻ്റെ ഇത് ആപ്പിളാണ്. ആപ്പിളും ഞാനിങ്ങനെ കവറിലിട്ടിരിക്കുകയാണ്. ഇത് ബ്ലൂബെറിയുടെ മറ്റൊരു വെറൈറ്റിയാണ്, ബിലോക്സി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കായ്ക്കുന്ന ഒരു ഇനമാണ്. പുതിയ സ്റ്റമ്പുകളൊക്കെ വരുന്നുണ്ട്. ബിലോക്സി ഇത് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്താണ്. ബിലോക്സി മുട്ടുകൾ വരുന്നതാണ് ഈ കാണുന്നത്. മുട്ടുകൾ വരുന്നതാണ് ബിലോക്സി. മുട്ടുകളാണ് വരുന്നത്. ഇത് 3 വർഷം പ്രായമായ സീസർ റംബൂട്ടാനാണ്. ഇതിലിപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുകയാണ് സീസർ റംബൂട്ടാൻ. ഇതിന് പോളിഹാലൈറ്റ് വളമൊക്കെ കൊടുത്തിരുന്നു, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കൊടുത്തിരുന്നു. അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ എച്ചി ഗുവയുടെ പ്ലാന്റാണ്. നിറയെ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം ഹാർഡ് പൂണിങ് ചെയ്തതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ അത്യാവശ്യം ഫ്രൂട്ടുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിന് ഈ പറയുന്ന ഒരു ചാഴിയുടെ ആക്രമണം ഉണ്ടായിട്ട് ധാരാളം പേരയ്ക്ക കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നു. ഇതിന് വെള്ളീച്ചയുടെ ശല്യം നിറയെ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. നമ്മളിത് പ്രൂൺ ചെയ്ത് ഹാർഡ് പൂണിങ് ചെയ്ത ശേഷം വെള്ളീച്ചയൊക്കെ പോയിരുന്നു. പിന്നെ നമ്മുടെ പോളിഹാലൈറ്റ് വളം കൊടുത്തിരുന്നു, മഗ്നീഷ്യം കാൽസ്യം ഒക്കെ അടങ്ങിയ വളം കൊടുത്തിരുന്നു. എന്തായാലും ഈ പ്രാവശ്യം ഇതിൽ വെള്ളീച്ചകളൊന്നും കാണുന്നില്ല. അതുപോലെ അത്യാവശ്യം ഹാർഡ് പൂണിങ് ചെയ്തിട്ടും പേരയ്ക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു ഇനമാണ്. നല്ല ക്രിപ്സിയാണ് ഈ എച്ചി ഗുവ. അത്യാവശ്യം മധുരവും ടേസ്റ്റും ഉള്ള ഒരു ഇനമാണ് എച്ചി ഗുവ. അപ്പോൾ ഗുവയുടെ മറ്റ് വെറൈറ്റികളുണ്ട്. ലളിത് ഗുവയുണ്ട്, വേറെ 1-2 ഇനങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.